ഹലോ കൂട്ടുകാരൻ, ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ടെൻസുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് ടെൻസുകൾ. ടെൻസുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ ഇംഗ്ലീഷ് ഭാഷാ പഠനം അസാധ്യമാണ് എന്ന് തന്നെ പറയാൻ പറ്റും. ആ രൂപത്തിൽ വളരെ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് ടെൻസുകൾ. ഇംഗ്ലീഷിൽ 12 ടെൻസുകളാണുള്ളത്. ഈ 12 ടെൻസുകളുടെയും പേരുകളും ആ ടെൻസുകൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത് എന്നും ആ ടെൻസിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ ഏത് സ്ട്രക്ചറിലാണ് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രധാനമായും 12 ടെൻസുകളാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ 12 കോളങ്ങൾ ഇവിടെയുണ്ട്. 12 കോളങ്ങൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഈ 12 കോളങ്ങൾ 12 ടെൻസുകളുടെ പേരുകൾ എഴുതാൻ വേണ്ടി നീക്കിവെച്ച കോളങ്ങളാണ്. ഈ 12 ടെൻസുകളുടെയും പേര് പഠിച്ചു വെക്കുക എന്നതാണ് ആദ്യത്തെ ടാസ്ക്. അതിനൊരു എളുപ്പ വഴി ഞാൻ പറയാം. ആദ്യം ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ള 3 പദങ്ങളൊന്ന് മനഃപ്പാഠമാക്കി വെക്കുക. 3 കാലങ്ങളുടെ പേരാണ് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇങ്ങനെ 3 കാലങ്ങളുടെ പേരാണ് ഈ ലെഫ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുള്ള കോളത്തിലുള്ളത്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ആ 3 പദങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക, മനഃപ്പാഠമാക്കി വെക്കുക. അതിനുശേഷം ഈ റൈറ്റ് ഭാഗത്ത് കൊടുത്തിട്ടുള്ള 4 കോളങ്ങളുടെ മുകൾ ഭാഗത്തുള്ള പദങ്ങൾ കൂടി ഒന്ന് ബൈഹേർട്ട് ചെയ്ത് വെക്കണം. എന്തൊക്കെയാണത്? ഒന്ന് സിമ്പിൾ എന്ന പദമാണ്, അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് എന്ന പദമാണ്, അത് കഴിഞ്ഞ് പെർഫെക്റ്റ് എന്ന പദമാണ്. 4ാമത്തെ കോളത്തിന്റെ തലവാചകമായി കൊടുത്തിട്ടുള്ളത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന പദമാണ്. ഇങ്ങനെ 4 പദങ്ങൾ റൈറ്റ് ഭാഗത്തായി കൊടുത്തിട്ടുള്ള കോളങ്ങളുടെ ഹെഡിങ്ങുകളായി കൊടുത്തിട്ടുള്ളതെന്ന് കാണൂ. അപ്പോൾ ലെഫ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇങ്ങനെ 3 കാലങ്ങളുടെ പേരാണ് ലെഫ്റ്റ് ഭാഗത്തുള്ള 3 കോളങ്ങളിലായി കൊടുത്തിട്ടുള്ളത്. അതേസമയം റൈറ്റ് ഭാഗത്തായി കൊടുത്തിട്ടുള്ള കോളങ്ങളുടെ ഹെഡിങ്ങുകൾ കൃത്യമായി ബൈഹേർട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇനി ഇവിടെ ഞാൻ ഒന്നും ടൈപ്പ് ചെയ്യാതെ ഒഴിച്ചിട്ടിരിക്കുന്ന 12 കോളങ്ങളുടെ അല്ലെങ്കിൽ 12 ടെൻസുകളുടെ പേരുകൾ പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി നമുക്ക് പറയാം. ആദ്യം ഇവിടെ നിന്ന് സിമ്പിൾ എന്നതിനെ തൊട്ടു താഴേക്ക് ചേർക്കുന്നു. അതിനുശേഷം ഈ പാസ്റ്റ് എന്നതിന് ഇവിടെ എഴുതുന്നു. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് ആ കോളത്തിന് നമുക്ക് പേര് പറയാം. 1ാമത്തെ കോളത്തിന് എന്ത് പേര് പറയുന്നു? സിമ്പിൾ പാസ്റ്റ്. അതെങ്ങനെയാണ് കിട്ടിയത്? ഇവിടെയുള്ള സിമ്പിൾ എന്നതിനെ താഴ്ത്തി എഴുതി, ഇവിടെയുള്ള പാസ്റ്റും താഴ്ത്തി എടുത്തെഴുതി. അപ്പോൾ സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ഈ കോളത്തിന് എന്ത് പേര് വരും? ഇവിടെയുള്ള പാസ്റ്റ് ഇങ്ങോട്ട് എടുത്തെഴുതുന്നു, ഇവിടെയുള്ള കണ്ടിന്യൂസും എടുത്തെഴുതുന്നു. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്നതാണ് 2ാമത്തെ ടെൻസിന്റെ പേര്. 3ാമത്തെ ടെൻസിന്റെ ഈ ഒരു കോളത്തിന്റെ പേരെന്തായിരിക്കും? ഇവിടെ നിന്ന് പാസ്റ്റ് ഇങ്ങോട്ട് എടുത്തെഴുതുന്നു, മുകളിൽ നിന്ന് പെർഫെക്റ്റ് താഴെ എടുത്തെഴുതുന്നു. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ് 3ാമത്തെ കോളത്തിന്റെ പേര്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇനി 4ാമത്തെ കോളത്തിന്റെ പേര് പാസ്റ്റ് എന്നത് ഇവിടെ നിന്ന് എടുത്തെഴുതിയാൽ ഇവിടെ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നതാണ് ഈ ഒരു കോളത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ടെൻസിന്റെ പേര്. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 4 ടെൻസുകളുടെ പേരുകൾ ഈ ഒരു ഭാഗം മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിവയാണ് ആ 4 ടെൻസുകളുടെ പേര്. അപ്പോൾ ആദ്യത്തെ കോളത്തിലുള്ള 4 ടെൻസുകളുടെയും പേരുകൾ മനഃപ്പാഠമാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത കോളത്തിലേക്ക് പോകാം. ഒന്ന് വീഡിയോ പൗസ് ചെയ്ത് ആ 4 ടെൻസുകളുടെയും പേര് ബൈഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകാം. നോക്കൂ, അടുത്ത ലൈനിൽ സിമ്പിൾ പ്രസന്റ്. ഇവിടെ നിന്ന് സിമ്പിൾ ഇങ്ങോട്ട് എടുത്തെഴുതുന്നു,
ഇവിടെ നിന്ന് പ്രസന്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു. അപ്പോൾ സിമ്പിൾ പ്രസന്റ്. ഇനി ഇവിടെയോ, ഇവിടെ നിന്ന് പ്രസന്റ് എടുത്ത് എഴുതുന്നു, മുകളിൽ നിന്ന് കണ്ടിന്യൂസ് എടുത്ത് എഴുതുന്നു. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്നാണ് ഈ ഒരു കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. ഇവിടെയോ പ്രസന്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു, പെർഫെക്റ്റ് ഇവിടെ എടുത്ത് എഴുതുന്നു. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്. ഇനി ഇവിടെയോ പ്രസന്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു, മുകളിൽ നിന്ന് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെയാകുമ്പോൾ രണ്ടാമത്തെ ഈ ഒരു ലൈനിലുള്ള 4 ടെൻസുകളുടെ പേരുകൾ കൂടി നമ്മൾ മനഃപ്പാഠമാക്കി കഴിയും. രണ്ടാമത്തെ ലൈനിലുള്ള 4 ടെൻസുകളുടെ പേരും നമ്മൾ മനഃപ്പാഠമാക്കുന്നു. നോക്കൂ, ഈ ലിസ്റ്റിലുള്ള 4 ടെൻസുകളുടെ പേര് നോക്കൂ. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിവയാണ് ആ 4 പ്രസന്റിലുള്ള 4 ടെൻസുകളുടെ പേരുകൾ. ഇനി നമ്മൾ ഫ്യൂച്ചർ എന്ന കോളത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ സിമ്പിൾ താഴെ എടുത്ത് എഴുതുന്നു, സിമ്പിൾ ഫ്യൂച്ചർ. ഇവിടെയോ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, കാരണം കണ്ടിന്യൂസ് ഇവിടെ താഴെ എടുത്ത് എഴുതി, ഫ്യൂച്ചർ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇപ്പോൾ 12 ടെൻസുകളുടെ പേരുകൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഈ 12 ടെൻസുകളുടെ പേരുകൾ ഈ ഒരു ചിത്രം കൃത്യമായി ഒരു നോട്ട് ബുക്കിൽ വരച്ച് പരസ്പരം ബന്ധിപ്പിച്ച് ഈ 2 ഭാഗത്തുള്ള പദങ്ങൾ മാത്രം മനഃപ്പാഠമാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ പേരുകളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഭാഗം നന്നായി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ 12 ടെൻസുകളുടെയും പേരുകൾ ഞാൻ ഇവിടെ ചാർട്ടിൽ ഒരു പട്ടികയിൽ എഴുതി വെച്ചത് നോക്കൂ. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, തൊട്ടിപ്പുറം സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെ വിവിധ ടെൻസുകളുടെ പേരുകൾ ഇവിടെയും എഴുതി വെച്ചത് നോക്കൂ. ഇനി നമുക്ക് 12 ടെൻസുകളുടെയും പേരുകൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ടെൻസുകളും ഏത് രൂപത്തിലാണ് ഓരോ ടെൻസുകളിലും സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം സെന്റൻസുകൾ ഓരോ ടെൻസുകളിലും ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് പഠിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷിലുള്ള എല്ലാ വെർബുകൾക്കും 3 രൂപങ്ങളുണ്ട്. 3 രൂപങ്ങൾ കാണാൻ പറ്റും. സൗകര്യത്തിന് വേണ്ടി ഞാൻ അതിനെ വേർബ് 1, വേർബ് 2, വേർബ് 3 എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. നോക്കൂ, ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ഗോ എന്ന പദം എടുക്കുക. ഗോ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ് അർത്ഥം. അതിന്റെ സെക്കൻഡ് പദം, അതിന്റെ V2 എന്ന് പറയുന്നത് വെന്റ് എന്നതാണ്. വെന്റ് എന്നതാണ് അതിന്റെ സെക്കൻഡ് രൂപം. തേർഡ് V3 എന്ന് പറയുന്നത് ഗോൺ. V3 എന്ന് പറയുന്നത് ഗോൺ എന്നതാണ്. അപ്പോൾ ഗോ, വെന്റ്, ഗോൺ. ഗോ എന്നതിന്റെ 3 രൂപങ്ങളാണ് ഇപ്പോൾ എഴുതിയത്. ഗോ എന്നത് V1, വെന്റ് എന്നത് V2, ഗോൺ എന്നത് V3. ഗോൺ എന്നത് V3. ഈ രൂപത്തിൽ ഓരോ വെർബുകൾക്കും വിവിധ രൂപങ്ങൾ, 3 രൂപങ്ങളുണ്ട്. ഇവിടെ ഏതാനും ഉദാഹരണങ്ങൾ കൊടുത്ത് നോക്കൂ. തിങ്ക്, തോട്ട് എന്നതാണ് V2, തോട്ട് എന്നത് തന്നെയാണ് V3. തൊട്ടുമുകളിൽ സിറ്റ് എന്നത് V1, സാറ്റ്. നോക്കൂ, സിറ്റ് എന്നത് ഇരിക്കുക എന്നാണ് അർത്ഥം. ഇരിക്കുക എന്ന അർത്ഥമുള്ള അതിന്റെ V2 സാറ്റ് എന്നതാണ്. തേർഡ് ഫോം സാറ്റ് എന്ന് തന്നെയാണ്. ചിലപ്പോൾ വേർബിന്റെ 3 പദങ്ങളും ഒരേപോലെയാകാം. നോക്കൂ, കട്ട്, അതിന്റെ V2 കട്ട് എന്ന് തന്നെയാണ്, V3 കട്ട് എന്ന് തന്നെയാണ്. ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ടെൻസുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ടെൻസുകളുടെ ഭാഗങ്ങൾ ക്ലിയർ ആയി പഠിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ടെൻസുകളെ കുറിച്ച് പറയുന്നതിന്റെ ഇടയിൽ ഈ ഒരു ഭാഗം വിശദീകരിച്ചത്. നോക്കൂ, അത് കഴിഞ്ഞ് നമുക്ക് ഓരോ ടെൻസുകളെ കുറിച്ചും പറയാം. ആദ്യം സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് പറയുന്നത്. സിമ്പിൾ പ്രസന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ കോളത്തിൽ നിന്ന് ഞാൻ സിമ്പിൾ പ്രസന്റ് എടുക്കുന്നു. സിമ്പിൾ പ്രസന്റ് എടുത്ത ശേഷം നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ആദ്യം സിമ്പിൾ പ്രസന്റ്, ആ കോളം ആദ്യം വരക്കുക. കോളത്തിലെ 12 ടെൻസുകളുടെ പേരും എടുത്ത് എഴുതുക. അതിനുശേഷം നമുക്കത് സിമ്പിൾ പ്രസന്റ് എന്ന് എടുക്കുക. ഏതൊരു സെന്റൻസ് എഴുതുമ്പോഴും ശ്രദ്ധിക്കണം, ഏതൊരു സെന്റൻസ് എഴുതുമ്പോഴും
ആ സെന്റൻസിന്റെ തുടക്കത്തിൽ, ഇംഗ്ലീഷ് സെന്റൻസിന്റെ തുടക്കത്തിൽ എപ്പോഴും സബ്ജക്റ്റ് ആണ് ആദ്യം വരേണ്ടത്. ആദ്യം സബ്ജക്റ്റ് ആണ് വരേണ്ടത്. അപ്പോൾ ഏത് സെന്റൻസ് എടുക്കുമ്പോഴും അതിന്റെ തുടക്കത്തിൽ എപ്പോഴും സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് എങ്ങനെ നോക്കിയാലും ഇംഗ്ലീഷിൽ സബ്ജക്റ്റുകൾ 7-ൽ ഒരാളായിരിക്കും ഉണ്ടാവുക. ഒന്നിരിക്കൽ ഐ എന്ന സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക, ഞാൻ, അല്ലെങ്കിൽ യു, ഐ അല്ലെങ്കിൽ യു. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ യു, അല്ലെങ്കിൽ ദേ, അവർ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു നിങ്ങൾ, ദേ അവർ, വി ഞങ്ങൾ. ഐ ഞാൻ, യു നിങ്ങൾ, ദേ അവർ, വി ഞങ്ങൾ. ഐ, യു, ദേ, വി. ഇനി അടുത്തത് 4 സബ്ജക്റ്റുകൾ കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് ഹി അവൻ, ഷീ അവൾ. അതിനുശേഷം ഇറ്റ് എന്നതാണ് ഏഴാമത്തെ സബ്ജക്റ്റായി വരുന്നത്. ഇറ്റ് എന്നതാണ് ഏഴാമത്തെ സബ്ജക്റ്റ്. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എന്നിങ്ങനെ 7 സബ്ജക്റ്റുകളാണ് ഇംഗ്ലീഷിൽ പൊതുവെ വരാറുള്ളത്. ആ സബ്ജക്റ്റുകളുടെ അർത്ഥങ്ങൾ കൂടി മനസ്സിലാക്കുക. ഐ ഞാൻ, യു നിങ്ങൾ, ദേ അവർ, വി ഞങ്ങൾ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് ഇത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇനി സബ്ജക്റ്റ് കഴിഞ്ഞാൽ, ആദ്യം സബ്ജക്റ്റ് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ, സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതലൊന്നും പഠിക്കാനില്ല. സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ആ വേർബ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മാത്രം മതിയാകും. ഇവിടെ ഞാൻ ഗോ എന്ന് എഴുതി. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ഗോ എന്ന് എഴുതിയാൽ ഐ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു എന്നാണ് അർത്ഥം. ഞാൻ പോകുന്നു. ഞാൻ പോകുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ആ വേർബ് എടുത്തെഴുതുക. നിങ്ങൾ പോകുന്നു എന്നോ യു ഗോ, അവർ പോകുന്നു ദേ ഗോ, ഞങ്ങൾ പോകുന്നു വി ഗോ എന്ന് പറയും. അതേസമയം സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, ഇപ്പൊ പറഞ്ഞ 3-ൽ ഒരാളാണ് സബ്ജക്റ്റ് എങ്കിൽ, സബ്ജക്റ്റ് ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ്, ഈ 3-ൽ ഒരാളാണ് സബ്ജക്റ്റ് എങ്കിൽ ഗോസ്, കംസ്, ബാർക്സ് എന്ന് പറഞ്ഞതുപോലെ വേർബിന്റെ കൂടെ ഒരു എസ് കൂടി ചേർത്ത് കൊടുക്കണം. ഹി, കം എന്ന് മാത്രം പോരാ, മറിച്ച് കം എന്ന് എഴുതിയതിന് ശേഷം ഒരു എസ് കൂടി അവിടെ ചേർത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എപ്പോഴാണത്? ഇംഗ്ലീഷ് സിമ്പിൾ പ്രസന്റിൽ വേർബിന്റെ കൂടെ എസ് ചേർക്കുന്നത് സബ്ജക്റ്റ് ഹി, ഷീറ്റ് ആയാൽ മാത്രമാണ്. സബ്ജക്റ്റ് ഹി, ഷീറ്റ്, ഹി, ഇറ്റ് ഇവയിൽ 3-ൽ ഒന്ന് സബ്ജക്റ്റ് ആയി വന്നാൽ മാത്രമേ വേർബിന്റെ കൂടെ എസ് ചേർക്കേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കുക. പൊതുവെ ഇംഗ്ലീഷ് ഭാഷയിൽ ഹി, ഷീ, ഇറ്റ് ഈ 3 സബ്ജക്റ്റുകൾക്ക് ഈ എസ് എന്ന പദവുമായി വലിയൊരു ബന്ധമുള്ളതായി കാണാൻ പറ്റും. നോക്കൂ, ഇനി നമ്മൾ പിന്നീട് പഠിക്കുന്നിടത്ത് ആം, ഈസ്, ആർ പഠിക്കുന്നിടത്ത് ഈസ് ആയിരിക്കും ഹി, ഷീറ്റിന് വേണ്ടത്, കാരണം അവിടെ എസ് ഉണ്ട്. ഇനി ഡു, ഡസ് ഈ 2 പദങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് ഡസ് ആയിരിക്കും ഹി, ഷീറ്റ് ഉപയോഗിക്കുന്നത്. ഹാവും ഹാസും പറയുന്നിടത്ത് ഹാസ് ആയിരിക്കും ഹി, ഷീറ്റിന് വേണ്ടത്. ഈ രൂപത്തിൽ എസ് ഉള്ള പദങ്ങളുമായി വാസും വേറും പറയുന്നിടത്ത് വാസാണ് ഹി, ഷീറ്റ് ഉപയോഗിക്കുന്നത്. ഈ രൂപത്തിൽ ഹി, ഷീറ്റ് എസ് ഉള്ള പദത്തെ കൂടുതൽ ഉപയോഗിക്കുന്നതായി ഇംഗ്ലീഷ് ഗ്രാമറിൽ കാണാൻ പറ്റും. ഞാനൊന്ന് ചെറിയൊരു ഓർമ്മക്ക് വേണ്ടി ആ ഒരു ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് സിമ്പിൾ പ്രസന്റിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. ഐ ഗോ, യു ഗോ, ദേ ഗോ, വി ഗോ. അതേസമയം ഹി, ഷീറ്റ് ആണ് സബ്ജക്റ്റ് എങ്കിൽ ഹി ഗോസ്, ഷീ കംസ്, ഡോഗ് ബാർക്സ്, നായ കുരക്കുന്നു. അപ്പോൾ എപ്പോഴാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്? നമ്മൾ നിലവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാൻ. ഞാൻ ഓടുന്നു, ഞാൻ കളിക്കുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നു, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഞാൻ ഡിഗ്രി പഠിക്കുന്നു തുടങ്ങിയ നിലവിലെ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളെ സിമ്പിളായി പറയുമ്പോഴാണ് ഇത്തരം സെന്റൻസുകൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കൂ, അത് കഴിഞ്ഞ് പ്രസന്റ് കണ്ടിന്യൂസ് അടുത്ത ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ വേർബ് ചേർത്താൽ മാത്രം മതിയാകും, വേറെ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഹി, ഷീറ്റ് ആണെങ്കിൽ മാത്രം എസ് ചേർത്താൽ മതി. എന്നാൽ പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ചേർക്കണം എന്നത് നിർബന്ധമാണ്. ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ചേർക്കണം എന്നത് നിർബന്ധമാണ്.
ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ ഇവയിലൊന്ന് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ വേർബ് 1 അതിനുശേഷം ഒരു ing കൂടി ചേർത്തിരിക്കണം. വേർബ് 1 വിത്ത് ing കൂടി ചേർത്തിരിക്കണം. നോക്കൂ, ആദ്യം സബ്ജക്റ്റ് ഐനോട് യോജിച്ച ഇതിൽ വരുന്നത് ആം എന്നതാണ്. ഐ എന്നതിന്റെ കൂടെയാണ് ആം വരുന്നത്. അതേസമയം അപ്പോൾ ആം, ഈസ്, ആർ ഇവയിലൊന്ന് സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ വരണം. ഐ വന്നാൽ ആം ആണ് വരേണ്ടത്. ഹി ഷീറ്റ് ആണെങ്കിൽ ഈസ് ആണ് വരേണ്ടത്. അതേസമയം യു ദേ വി ഇവയുടെ കൂടെ ആറാണ് വരേണ്ടത്. സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ആം, ഈസ്, ആർ രണ്ടാലൊന്ന് പ്രസന്റ് കണ്ടിന്യൂസിൽ വന്നിരിക്കണം. അതിനുശേഷം വെർബ് 1 ഉപയോഗിക്കുന്നു. ശേഷം ing കൂടി പ്രസന്റ് കണ്ടിന്യൂസിൽ വരണം. പ്രസന്റ് കണ്ടിന്യൂസിന്റെ അർത്ഥം ഞാനൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വി ആർ പ്ലേയിങ്, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. അതേസമയം തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ സിമ്പിൾ പ്രസന്റ് നമ്മൾ കളിക്കുന്നു എന്നാണ്. ഇത് സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും തമ്മിൽ ഒരു സാഹചര്യ കോണ്ടെക്സ്റ്റിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ഗ്രാമർ ക്ലാസ് കൂടി ശ്രദ്ധിച്ചാൽ അത് വളരെ ഈസിയായി നമ്മൾ ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അവൈലബിൾ ആയ ആ ഗ്രാമർ ക്ലാസ് വളരെ ഈസി ആയിട്ടാണ് ഈ ടെൻസുകളെ വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ആ ഭാഗം കൂടി ഒന്ന് ഓർക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നുകൂടി ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഉദാഹരണം, ഞാൻ ടൗണിൽ ഒരു ഹോട്ടലിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മദർ എന്നെ ഫോൺ ചെയ്തുകൊണ്ട് ചോദിക്കുന്നു, നീ ഇപ്പോൾ എന്തു ചെയ്യുകയാണ്, എവിടെയാണുള്ളത് എന്ന് ചോദിക്കുന്നു. ഞാൻ പറയുന്നു, ഞാൻ ഹോട്ടലിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. നിലവിൽ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ മദർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതേ സമയത്ത് ഹോട്ടലിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ കാലങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷം മുമ്പ് ഞാൻ കണ്ട എൻ്റെ ഒരു സുഹൃത്തിനെ വീണ്ടും 10 വർഷങ്ങൾക്ക് ശേഷം അതേ ഹോട്ടലിൽ വെച്ച് പെട്ടെന്ന് കാണാൻ ഇടയായി. ആ സുഹൃത്ത് എന്നോട് ചോദിച്ചു, നീ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് നേരത്തെ മദർ ചോദിച്ച അതേ ചോദ്യമാണ്, നീ എന്താണ് ചെയ്യുന്നത് എന്ന്. പക്ഷെ ആ സുഹൃത്തിനോട് ഞാൻ പറയുന്ന മറുപടി ഞാൻ ചായ കുടിക്കുന്നു എന്നല്ല, മറിച്ച് ഞാൻ ഇന്ന സ്കൂളിൽ അല്ലെങ്കിൽ ഇന്ന കോളേജിൽ ജോലി ചെയ്യുകയാണ്, ടീച്ച് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. നോക്കൂ, ഒരേ ചോദ്യം, 2 കോണ്ടെക്സ്റ്റിൽ 2 മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എൻ്റെ മദറിനോട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതേ ചോദ്യം മറ്റൊരു 10 വർഷം മുമ്പ് കണ്ടൊരു സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അത് സിമ്പിൾ പ്രസന്റ് ആണ്, ഞാൻ മൊത്തത്തിൽ അവിടെ ജോലി ചെയ്യാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ഒരു ടെൻസ് ഉദാഹരണം പറയണമെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ആം, ഈസ്, ആർ 3-1 ചേർത്തതിന് ശേഷം വെർബ് 1 വിത്ത് ing. നോക്കൂ, വർക്കിംഗ്, പ്ലേയിങ്, യു ആർ പ്ലേയിങ്, വി ആർ സ്റ്റേയിങ്, ദേ ആർ സ്ലീപ്പിംഗ്. ഈ രൂപത്തിലാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ധാരാളം ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നും വായിച്ചു നോക്കി മനസ്സിലാക്കുക. ഇനി നോക്കൂ, അടുത്ത ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. മൂന്നാമത്തേത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രസന്റ് പെർഫെക്റ്റ് എന്നതിന്റെ രൂപം എന്ന് പറയുന്നത് ആദ്യം സബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞ് ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഹി, ഷീ, ഇറ്റ് വന്നാൽ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. മറ്റു സബ്ജക്റ്റുകളുടെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം വേർബ് 3 ആണ് എഴുതേണ്ടത്. നമ്മൾ നേരത്തെ വേർബിന്റെ കോളത്തിൽ പറഞ്ഞ വേർബ് 3 ഉണ്ടല്ലോ, V3. ആ കോളത്തിൽ പറഞ്ഞ വേർബുകളാണ് പ്രസന്റ് പെർഫെക്റ്റിൽ എടുത്ത് എഴുതേണ്ടത്. നോക്കൂ, ഐ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ട്. തൊട്ടു മുമ്പ് കംപ്ലീറ്റ് ആയ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ സാധാരണ പ്രസന്റ് പെർഫെക്റ്റ് പ്രസന്റ് ആണ്, അപ്പോൾ തന്നെ തൊട്ടുടനെ കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ഈറ്റൺ, ഞാൻ തിന്നിട്ടുണ്ട്, കുറച്ചു മുമ്പ് തിന്നു കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഐ ഹാവ്. എന്തുകൊണ്ട് ഹാവ് വന്നു? സബ്ജക്റ്റ് ഐ ആണ്. ഹി, ഷീറ്റ് ആണെങ്കിൽ ഹാസ് വരുമായിരുന്നു. നോക്കൂ, ഇവിടെ ഉദാഹരണം, ഹി ഹാസ് ഗോൺ, ഷീ ഹാസ് ഗോൺ.
ഇറ്റ് ഹാസ് ഗോൺ. ഹി ഷീറ്റ് വന്നപ്പോൾ തേർഡ് ഫോം ആണ് ഉപയോഗിച്ചത്. വി ഹാവ് ഗോൺ, ദേ ഹാവ് ഗോൺ എന്നിങ്ങനെ സബ്ജക്റ്റ് ഉപയോഗിക്കുന്നു. തൊട്ടുടനെ ഹാവോ ഹാസോ ഉപയോഗിക്കുന്നു. വേർബ് 3 ഉപയോഗിക്കുന്നു. ഓരോന്നിന്റെയും വിവിധങ്ങളായ ഉദാഹരണങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കൂ, അടുത്ത് നമുക്ക് പറയാനുള്ള ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നതാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നതിന്റെ ഉദാഹരണം നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കാനുള്ളത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഹാസ് വന്നതിന് ശേഷം ഒരു ബീൻ എന്ന പദം കൂടി അവിടെ കാണാം. ബീൻ എന്ന പദം അതിനുശേഷം വെർബ് 1 വിത്ത് ing ആണ്. നോക്കൂ, ഐ ഹാവ്, ഐ വന്നതുകൊണ്ട് ഹാവ് ഉപയോഗിച്ചു. ഹി ഷീറ്റ് ആണെങ്കിൽ ഹാസ് ആവുമായിരുന്നു. നോക്കൂ, ഷീ വന്നപ്പോൾ ഹാസ് ബീൻ എന്ന് വന്നു. ഐ ഹാവ് ബീൻ ശേഷം സ്ലീപ്പിംഗ്, വേർബ് 1ന്റെ കൂടെ ing ഉപയോഗിച്ചു. ഐ ഹാവ് ബീൻ സ്ലീപ്പിംഗ്. ഒരു നേരത്തെ തുടങ്ങിയ ഒരു പ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ഐ ഹാവ് ബീൻ സ്ലീപ്പിംഗ്. നോക്കൂ, സീത ഹാസ് ബീൻ കുക്കിംഗ് ഡിന്നർ ഫോർ 2 hours. 2 മണിക്കൂർ നേരമായി സീത ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മണിക്കൂർ മുമ്പ് തുടങ്ങിയ ഒരു പണി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. They have been playing outside for hours. മണിക്കൂറുകളായി അവർ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. They have been playing. നോക്കൂ, we have been learning new languages. പുതിയ ഭാഷകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അത് ആരംഭിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ സ്ട്രക്ചർ നോക്കൂ, സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാവ് അല്ലെങ്കിൽ ഹാസ്, ഐ യു ദേ വി ഈ സബ്ജക്റ്റുകളുടെ കൂടെയാണ് ഹാവ് വരുന്നത്. ഹി ഷീറ്റ് ആണെങ്കിൽ ഹാസ് വരും, ബീൻ ചേർക്കണം, ശേഷം വേർബ് 1 വിത്ത് ing ആണ്. ഇത്രയും പറഞ്ഞാൽ പ്രസന്റിന്റെ 4 രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് കിടക്കുന്നു. സിമ്പിൾ പാസ്റ്റിന്റെ സബ്ജക്ട് രൂപം സ്ട്രക്ചർ വളരെ എളുപ്പമാണ്. ആദ്യം സബ്ജക്റ്റ്, അതിനുശേഷം V2 ചേർത്താൽ മതിയാകും. V2 നോക്കൂ, ഐ വാക്ക്ഡ്, ഐ എന്ന സബ്ജക്റ്റ് എഴുതി, തൊട്ടുടനെ വാക്ക് എന്നതിന്റെ സെക്കൻഡ് ഫോം വാക്ക്ഡ് എന്നതാണ്. ആ ഒരു സെക്കൻഡ് ഫോം എഴുതിയ സിമ്പിൾ പാസ്റ്റിലെ സെന്റൻസ് ആയി. ഐ സോ എ മൂവി, ഐ സോ ഞാൻ സബ്ജക്റ്റ് ആണ്, സോ സെക്കൻഡ് ഫോം ആണ്. ലാസ്റ്റ് ഇയർ ഐ ട്രാവൽഡ് ടു ജപ്പാൻ, ഐ സബ്ജക്റ്റ് ആണ്, ട്രാവൽഡ് സെക്കൻഡ് ഫോം ആണ്. ഷീ വാഷ്ഡ് ഹെർ കാർ, ഷീ സബ്ജക്റ്റ് ആണ്, വാഷ്ഡ് സെക്കൻഡ് ഫോം ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ഒരു പ്രവർത്തനം കഴിഞ്ഞ കാലത്ത് നടന്നൊരു പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോഴാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഞാൻ എഴുതി, ഞാൻ പോയി, ഞാൻ വന്നു, അവൾ എഴുതി, അവൾ കാർ വാഷ് ചെയ്തു തുടങ്ങിയ പാസ്റ്റിൽ നടന്നൊരു കാര്യം സിമ്പിളായി അഥവാ മറ്റൊന്നിനോട് ബന്ധിപ്പിക്കാതെ പറയുമ്പോഴാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റിൽ നടന്നൊരു പ്രവർത്തനം പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ അവിടെ എത്തുമ്പോൾ അവൾ കളിക്കുകയായിരുന്നു, ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു, ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു തുടങ്ങിയ സെന്റൻസുകൾ പറയുമ്പോൾ കഴിക്കുകയായിരുന്നു, തിന്നുകയായിരുന്നു, എഴുതുകയായിരുന്നു തുടങ്ങിയ ഇത്തരം കഴിഞ്ഞ സംഭവം, ആ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, പാസ്റ്റ് ആണ് എന്ന് മാത്രമല്ല, ആ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുകൂടി അവിടെ സൂചിപ്പിക്കുന്നതിനാൽ അവിടെ സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ വാസ് അല്ലെങ്കിൽ വേർ, വാസ് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹി ഷീറ്റ്, അതോടൊപ്പം ഐ എന്നതിന്റെ കൂടെ കൂടി ഇവിടെ വാസ് വരുന്നുണ്ട്. ഹി ഷീറ്റ് പ്ലസ് ഐ ഹി ഷീറ്റ് എന്നിവയുടെ കൂടെയാണ് വാസ് വരുന്നത്. ബാക്കിയുള്ളവയുടെ കൂടെ വേറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കൂ, ഐ വാസ് ഗോയിങ്, യു വേർ ഗോയിങ്, they were going, we were going, he was going, she was going, it was going തുടങ്ങി വേർബ് 1 ചേർത്ത് ശേഷം ing ചേർക്കുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആകുന്നു. ഇനി അടുത്ത ടെൻസ് നമുക്ക് പഠിക്കാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിന് ആദ്യം സബ്ജക്റ്റ്, കഴിഞ്ഞ ഉടനെ ഹാഡ് വരണം, അതിനുശേഷം V3 വേണം. ഐ ഹാഡ് ഗോൺ എന്നാണ് അതിന്റെ രൂപം. ഐ ഹാഡ് ഗോൺ. നോക്കൂ, യു ഹാഡ് ഗോൺ. ഇവിടെ ഹി ഷീറ്റ് ആണെങ്കിലും ഹാഡ് എന്നതിൽ മാറ്റമൊന്നുമില്ല. യു ഹാഡ് ഗോൺ, ദേ ഹാഡ് ഗോൺ, വി ഹാഡ് ഗോൺ, ഷീ ഹാഡ് ഗോൺ. എപ്പോഴാണ്
പഴയ കാലത്ത് എപ്പോഴോ നടന്നൊരു പ്രവർത്തനം, നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തൊരു പ്രവർത്തനം, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്, ഐ ഹാഡ് വിസിറ്റഡ് എന്നിങ്ങനെ പറയുന്ന രൂപത്തിലുള്ള സെന്റൻസുകളാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട, സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാഡ് വന്ന ശേഷം V3 ആണ്. ഹാവോ ഹാസോ ഹാഡോ വന്നാൽ എപ്പോഴും വേർബ് 3 ആണ് അതിന് ശേഷം ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നൗൺ ആയിരിക്കണം ഹാവ് ഹാസ് ഹാഡിന് ശേഷം വരേണ്ടതെന്ന് കൂടി മനസ്സിലാക്കുക. വേർബ് 1 ഒരിക്കലും ഹാവ് ഹാസ് ഹാഡിന്റെ ശേഷം വരില്ല. ഇനി അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പണ്ടെപ്പോഴോ തുടങ്ങിയ പ്രവർത്തനം പാസ്റ്റിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ ടെൻസുകളുടെ ഒരു പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. കാരണം ഡീറ്റെയിലായി ഈ സ്ട്രക്ചറുകളൊക്കെ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൽ വിശദമായി തന്നെ വിശദീകരിച്ച് ഇതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കുന്നത്, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്, ഏത് കോണ്ടക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ ഓടിച്ചു പോവുകയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ സബ്ജക്റ്റ് വേണം, അതിനുശേഷം ഹാഡ് ബീൻ എന്ന പദം വേണം, അതിനുശേഷം V1 പ്ലസ് ING. നോക്കൂ, ഐ സബ്ജക്റ്റ് ആണ്, ഹാഡ് ബീൻ ചേർത്തു, ശേഷം V1 വിത്ത് ING, സ്റ്റഡിയിങ് എന്നാണ് ഇവിടെ വരുന്നത്. യു ഹാഡ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 hours, ദേ ഹാഡ് ബീൻ സ്റ്റഡിയിങ് സിൻസ് 2003. ഈ രൂപത്തിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മുമ്പ് എപ്പോഴോ നടന്ന ഒരു കാര്യം ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഈ നോക്കൂ, സിമ്പിൾ ഫ്യൂച്ചർ, ഞാൻ പോകും, നിങ്ങൾ പോകും, അവർ പോകും, അവൻ പോകും, അവൾ പോകും തുടങ്ങിയ പിന്നീട് നടക്കാൻ പോകുന്ന ഒരു കാര്യം പറയുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് വിൽ അല്ലെങ്കിൽ ഷാൾ ഉപയോഗിച്ച ശേഷം വെർബ് 1 ഉപയോഗിച്ചാൽ സിമ്പിൾ ഫ്യൂച്ചർ ആകും. നോക്കൂ, സബ്ജക്റ്റ് ഐ ആണ്, വിൽ ഉപയോഗിച്ചു, ശേഷം V1 ഇവിടെ ഉപയോഗിക്കുന്ന ഐ വിൽ ഗോ, ഞാൻ പോകും. അവർ വരും, എങ്ങനെ പറയാം? ദേ വിൽ കം, ദേ വിൽ കം. കാരണം സബ്ജക്റ്റ് ദേ, വിൽ ഉപയോഗിക്കുന്നു, കം എന്ന വേർബ് 1 ഉപയോഗിക്കുന്നു. അതാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിലോ, ഞാൻ നാളെ ഈ സമയത്ത് ഗൾഫിലേക്ക് പോകുന്നുണ്ടാകും. ഫ്യൂച്ചർ ആണ്, അതോടൊപ്പം കണ്ടിന്യൂസുമാണ്. പോകുന്നുണ്ടാകും, പോയിട്ട് അവിടെ എത്തിയിട്ടില്ല, യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നറിയിക്കാൻ ഐ വിൽ ബി ഗോയിങ്, ഐ വിൽ ബി ഗോയിങ്. നിങ്ങൾ പോകുന്നുണ്ടാകും, യു വിൽ ബി ഗോയിങ്. അവർ പോകുന്നുണ്ടാകും, ദേ വിൽ ബി ഗോയിങ്. ഈ രൂപത്തിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് വിൽ ബി കഴിഞ്ഞ് വേർബ് 1 ചേർക്കുകയും അതിനുശേഷം ING ചേർക്കുകയും ചെയ്യുന്ന രൂപമാണ് അവിടെ വേണ്ടത് എന്നുകൂടി മനസ്സിലാക്കുക. നോക്കൂ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഐ വിൽ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടാകും, അഥവാ ഞാൻ ഗൾഫിൽ എത്തിയിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് റീച്ച്ഡ്, നമ്മൾ അവിടെ പോയി എത്തിയിട്ടുണ്ടാകും. ഫ്യൂച്ചർ ആണ്, അപ്പോൾ തന്നെ ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എന്ന് സൂചിപ്പിക്കുമ്പോൾ സബ്ജക്റ്റ് ശേഷം വിൽ ഹാവിന് ശേഷം V3 ആണ് ഉപയോഗിക്കേണ്ടത്. യു വിൽ ഹാവ് ഗോൺ, ദേ വിൽ ഹാവ് ഗോൺ, വി വിൽ ഹാവ് ഗോൺ, ഹി വിൽ ഹാവ് ഗോൺ എന്നിങ്ങനെ V3 ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നോക്കൂ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഐ വിൽ ഹാവ് ബീൻ ഗോയിങ്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വിൽ ഹാവ് ബീൻ വേണം, പിന്നീട് V1 പ്ലസ് ING. വളരെ റയറായി, വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ മാത്രമേ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാറുള്ളൂ. ഞാനൊരു കാര്യം പിന്നീട്, നേരത്തെ തന്നെ തുടങ്ങിയ ഒരു കാര്യം പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും എന്നറിയിക്കാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഞാൻ 5 വർഷമായി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്, അടുത്ത വർഷമാകുമ്പോൾ 6 വർഷമായിട്ടുണ്ടാകും. അപ്പോൾ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ദയർ എന്ന് പറയും ഫോർ 6 years. ഈ രൂപത്തിൽ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്, അഥവാ നേരത്തെ തന്നെ തുടങ്ങിയ ഒരു കാര്യം അടുത്ത സമയങ്ങൾ പിന്നീടും ആ കാര്യം പുരോഗമിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാകും എന്ന് പറയുമ്പോഴാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അതിന്റെ വിവിധ ഉദാഹരണങ്ങൾ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആ ഭാഗം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇതിന്റെ വിവിധ ചാർട്ടുകൾ കൃത്യമായി നമ്മുടെ വിവിധ സൈറ്റുകളിലൊക്കെ കാണാം. അതോടൊപ്പം നമ്മുടെ ഗ്രാമർ ക്ലാസ് വളരെ ഈസിയായി ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് ക്ലാസ്സുകളിലായിട്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ
അത് ഈ ഭാഗം കുറച്ച് പ്രയാസമാകുന്ന ആളുകൾ ആ ക്ലാസ്സുകൾ വളരെയധികം സമയമെടുത്ത് കേട്ട് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിക്കുക. ഈ ഭാഗം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.